ഇത്ര ആയില്ലേ, ഇനിയിപ്പോൾ എന്നെ രക്ഷിക്കാൻ ആരും വരില്ലായിരിക്കും. പാവം എൻ്റെ അച്ഛൻ 1,00,000 രൂപയൊക്കെ പെട്ടെന്ന് എവിടെ നിന്നാക്കാനാ. അച്ഛനും ആൻറ്റി സുമയ ടീച്ചറൊക്കെ എന്നെ കാണാതെ നല്ലപോലെ വിഷമിക്കുന്നു കാണും. അവരിപ്പം ഞാൻ എവിടെയാന്ന് പോലും അറിയുന്നില്ലല്ലോ. അവരുടെ കാര്യം ഓർക്കുമ്പം എനിക്ക് വിഷമാവുന്നു. ആൻറ്റി രാവിലെ എന്നെ സ്കൂളിൽ കൊണ്ടുവിട്ടപ്പം ഞാൻ വേഗം സ്കൂളിലേക്ക് നടന്നാൽ മതിയായിരുന്നു. വെറുതെ അതിലെല്ലാം നടന്നിട്ടാ എന്നെ അയാൾ പിടിച്ചോണ്ട് പോയേ. അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും വരില്ലായിരുന്നു. അച്ഛൻ പണം കൊണ്ടുവന്നില്ലെങ്കിൽ അയാൾ എന്നെ ഉറപ്പായിട്ടും കൊല്ലും. അവിടെ നല്ല മൂർച്ചയുള്ള കത്തിയുണ്ട്, അത് വെച്ചിട്ട് എന്നെ കഴുത്ത് കണ്ടിക്കുന്ന പറഞ്ഞിരിക്കുന്നു. എനിക്കാകെ പേടിയാവുന്നു. എടാ മോനെ, നിന്റെ അച്ഛൻ ഇതുവരെ പൈസയൊന്നും കൊണ്ടുവന്നില്ലല്ലോ. ഇനിയിപ്പം നിന്റെ കാര്യത്തിലൊരു തീരുമാനമായി. എനിക്ക് നിന്നെ കാണുമ്പം എൻ്റെ മോനെ ഓർമ്മ വരുന്നേ, നിന്റെ ഒരു കഷ്ടകാലം. ചേട്ടന് മാത്രം ഇവിടെ കുറച്ച് മനുഷ്യത്വമുള്ളേ. ചേട്ടൻ എന്നെ കാണുമ്പം ചേട്ടൻ്റെ മോനെ പോലെ തോന്നുന്നല്ല പറഞ്ഞേ. എന്നാ പിന്നെ എന്നെ ഒന്ന് രക്ഷിച്ചുകൂടെ ചേട്ടാ? എന്നെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കുമോ ചേട്ടാ? ഞാൻ വീട്ടിലെത്തിയാൽ എൻ്റെ അച്ഛനോട് പറഞ്ഞ് ചേട്ടന് നല്ലൊരു ജോലി, നല്ല മാന്യമായിട്ടുള്ളൊരു ജോലി ആക്കി തരാം. നീ എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യമല്ല മോനെ. നിന്റെ അച്ഛൻ പൈസ കൊണ്ടുവരാതെ നിന്നെ ഇവിടുന്ന് വിടാൻ പറ്റില്ല. ഇതെന്റെ ജോലിയുടെ ഭാഗമാണ്. നിനക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നല്ലേ? മോനെ കാണുമ്പോഴറിയാം നല്ല വീട്ടിലെ കൊച്ചാന്ന്. മോന്റെ സ്വഭാവമോ നല്ല സ്വഭാവമോ. മോൻ വലിയ ആളാവണം. അപ്പം ഈ ചേട്ടനെ വന്ന് കാണണം. ഇപ്പൊ എനിക്ക് മോന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്തെങ്കിലും ചെയ്താൽ തന്നെ അയാൾ എന്നെ കൊല്ലും. അതുകൊണ്ടാ മോനെ ഞാനൊന്നും ചെയ്യാതെ. ഇവിടെ ആകെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ ആ ചേട്ടന് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഇനിയിപ്പം എന്നെ രക്ഷിക്കാൻ ആരും വരില്ല. എന്നാലും എൻ്റെ ഈശ്വര, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഞാനൊരു പാവമല്ലേ? പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വേഗം ട്രാൻസ്ഫർ ചെയ്യണേ. ഇതിപ്പോൾ അത്യാവശ്യ കാര്യമായി പോയി. മോൻ്റെ കാര്യമല്ലേ, ഒരു ഉപേക്ഷയും വിചാരിക്കാൻ പറ്റില്ല. അവനൊരു പാവം ചെക്കനാണ്. അവനെയൊക്കെ പിടിച്ചോണ്ട് പോകുന്നവൻ്റെ തലയിൽ ഇടുത്തി വീഴും. നമുക്കിപ്പോൾ പൈസ കൊടുക്കാതെ അവനെ രക്ഷിക്കാൻ പറ്റില്ലല്ലോ. മോന് വേണ്ടി പ്രാർത്ഥിക്കണേ, അവനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൂടി ഉണ്ടെങ്കിൽ അവനെ രക്ഷിക്കാൻ പറ്റൂ. എൻ്റെ കൊച്ചിനെ എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. ആറ്റുനോറ്റുണ്ടായ കൊച്ച, അവന് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ സജീവന്റെ മനസ്സാകെ തകരും. എന്തായി മിനി, പൈസ ശരിയായോ? പൈസ കൊടുത്താലും കൊച്ചിനെ തിരിച്ചു കിട്ടുന്നു യാതൊരു ഉറപ്പുമില്ലല്ലോ. അങ്ങനെ ഒന്നും പറയല്ല എൻ്റെ ശാലിനി ചേച്ചി. കൊച്ചിനെ എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടാൻ പ്രാർത്ഥിക്കേ. പൈസ കൊടുത്താലും വേണ്ടില്ല, എത്ര പൈസയാണെങ്കിലും വേണ്ടില്ല. നമ്മുടെ കൊച്ചിനെ എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു കിട്ടിയാൽ മതി. ഞാനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പൈസ കൊടുത്താലും കൊച്ചിനെ കിട്ടുന്നൊന്നും ഉറപ്പില്ലല്ലോ. അയാൾ നമ്മുടെ കൊച്ചിന് എന്തെങ്കിലും ചെയ്താലോ? പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? സജീവനെ പോലീസ് കുറച്ചു മുമ്പേ വിളിച്ചായിരുന്നു. അവര് ആളെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞേ. കുറച്ച് കഴിയുമ്പം ഇങ്ങോട്ട് വരുന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മോനിപ്പോ ആകെ പേടിച്ചായിരിക്കും ഇരിക്കുന്നത്. അവൻ എവിടെയാന്ന് പോലും നമുക്കറിയില്ലല്ലോ. അവൻ ഇതുവരെ എവിടെ ഒറ്റയ്ക്ക് പോയിട്ടുമില്ല, ഒറ്റയ്ക്ക് താമസിച്ചിട്ടുമില്ല. പാവം എൻ്റെ കൊച്ച്. നീ ഇതോർത്ത് ടെൻഷൻ അടിക്കണ്ട. നമ്മുടെ കൊച്ചിനെ എങ്ങനെയാണെങ്കിലും തിരിച്ചു കിട്ടും. പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ, എന്തായാലും ഫലം ഉണ്ടാവും. സജീവൻ ഈ നേരമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. പാവം നല്ല വിഷമമുണ്ട്. എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പൊ ഇവിടെ ഒന്നും ഇരിപ്പില്ല. സേമിയ കുറച്ച് ഇരിപ്പുണ്ട്. കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുക്കാം സജീവന്. റഷീദിക്ക എന്താണെങ്കിലും നാളെ രാവിലെ വരുള്ളൂ. ആ സമയത്തിനുള്ളിൽ വേഗം അർപ്പിതിന്റെ വീട്ടിൽ പോയിട്ട് അവരെന്ന് കാണണം, അവരെന്ന് ആശ്വസിപ്പിക്കണം. വീടിന്റെ താക്കോല് റഷീദിക്കാന്റെ കയ്യിലാ. വീട് പൂട്ടാതെ പോയാല് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാല് അവർ രണ്ടുപേരും കൂടി എന്റെ തലയിലിടും. അതുകൊണ്ട് എനിക്കൊരു പേടി. എന്താണെങ്കിലും ഞാൻ അർപ്പിതിന്റെ വീട്ടിലേക്ക് പോകും. ഇത്രയും അടുപ്പമുണ്ടായിട്ട് അവിടെ വരെ ഒന്ന് അന്വേഷിച്ചെന്നില്ലെങ്കിലും മോശമാ. എന്നാലും കുട്ടികളോടൊക്കെ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഉപ്പായും ഉമ്മായും വീട്ടുകാരും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് അതൊക്കെ കുട്ടികളോടാണ് തീർക്കുന്നത്. അർപ്പിതൊരു പാവമാണ്. അവന്റെ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങളാണ്. പാവ കുട്ടി എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്? വേഗം ഇവിടുന്ന് ഇറങ്ങാം. ഇപ്പൊ പോയാല് സ്റ്റേറ്റ് കിട്ടും. അതിനാണെങ്കിൽ അർപ്പിതിന്റെ വീടിന്റെ മുമ്പിൽ തന്നെ പോയി ഇറങ്ങാം. നിന്റെ തന്ത ഇതുവരെ പൈസയും കൊണ്ട് വന്നില്ലല്ലോ. പൈസ തരാതെ ഇവിടുന്ന് രക്ഷപ്പെടാനൊന്നും തന്തയും മോനും വിചാരിക്കുകയേ വേണ്ട. അങ്കിളിന് കുറച്ച് മര്യാദയ്ക്ക് സംസാരിച്ചൂടെ? എന്തിനാ എന്റെ അച്ഛനെ തന്താന്നൊക്കെ വിളിക്കുന്നത്? ഒന്നുമില്ലെങ്കിലും എന്റെ അച്ഛൻ അങ്കിളിന് ജോലി തന്നതല്ലേ, അത് ഓർമ്മ വേണം. അയാൾ എനിക്ക് ജോലി തന്നിട്ടുണ്ടെങ്കിലും പലതവണ അയാൾ എന്നെ അപമാനിച്ചിട്ടുണ്ട്. അപ്പോ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. നിന്റെ തന്ത സജീവനുണ്ടല്ലോ, അയാൾ പൈസ തന്നില്ലെങ്കിൽ ഒരിക്കൽ കൂടി പറയാം, നിന്റെ കഴുത്ത് ഞാൻ കണ്ടിക്കും. നിന്റെ തന്ത ജോലി തന്നില്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ അറിയാം. ആരുടെ ഔദാര്യം ഈ രമേശിന് വേണ്ട. പൈസ എന്റെ അച്ഛൻ ഉടനെ കൊണ്ടുവരും. നിങ്ങൾ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. എന്റെ അച്ഛന് 1,00,000 രൂപയ്ക്ക് അത്ര വലിയ കാര്യമൊന്നുമല്ല. നിങ്ങളെപ്പോലെ 10,000-നും 1,00,000 രൂപയ്ക്കും പൈസയ്ക്ക് അത്യാവശ്യം വരുമ്പം കുട്ടികളെ കൊണ്ടുവന്നിട്ട് ആക്രമിക്കേണ്ട കാര്യമൊന്നും എന്റെ അച്ഛനും അമ്മയ്ക്കുമില്ല. അവര് നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്നവരാ. എന്തിനാണ് ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തുന്നത്? എന്തെങ്കിലും ഉണ്ടെങ്കിലും മെസ്സേജ് ഇട്ടാ പോരെ, ഇങ്ങനെ വിളിക്കണോ? നീ ഒന്ന് വേഗം കാര്യം പറയുവോ? ഇവിടെ പോലീസ് നമ്മുടെ കോളൊക്കെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അവര് നമ്മളെ എപ്പോ പിടിച്ചെന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് പറ. സുമയ ടീച്ചർ ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അവര് പോകുന്ന സമയത്ത് ആ കുട്ടീനെ നമുക്ക് ഇവിടെ കൊണ്ട് നിർത്തിയാലോ? പിന്നെ പോലീസ് നമ്മളെ പിടിക്കില്ലല്ലോ. അവൻ ഇങ്ങോട്ട് വേഗം കൊണ്ടുവരണം. അല്ലെങ്കിൽ പോലീസ് നമ്മളെ എന്താണെങ്കിലും പിടിക്കും. പിടിച്ചാ പിന്നെ ഒന്നും പറയണ്ട.
അവരിപ്പോ ഇവിടെ തന്നെ ഉണ്ട്. അവർ വീട് പൂട്ടി ഇറങ്ങുമ്പോൾ ഞാൻ ബോസിന് ഒരു മിസ് കോൾ തരാം. ആ ടീച്ചറിന്റെ ഓരോ നീക്കവും അപ്പം എനിക്ക് അയച്ചു തരണം. എന്നാൽ മാത്രമേ നമ്മുടെ പ്ലാൻ ഇവിടെ സക്സസ് ആവൂ. പിന്നെ ഒരു കാര്യം, ഓരോ കോൾ കഴിയുമ്പോഴും അതെല്ലാം നിന്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിരിക്കണം. എന്തെങ്കിലും കാരണവശാൽ പോലീസ് നമ്മുടെ ഫോൺ ചെക്ക് ചെയ്താലോ ഒരു തെളിവ് ഉണ്ടാകാൻ പാടില്ല. എന്നാ ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ അറിയിക്കണം, മറക്കരുത്. പാവം എന്റെ കൂട്ടുകാരി സുമയ ടീച്ചർ, ഒന്നും അറിയുന്നില്ല. നിരപരാധിയായ അവർ ഇപ്പോൾ പോലീസിന്റെ കണ്ണിൽ കുറ്റവാളിയാകാൻ പോകും. എന്നോടൊന്നും തോന്നരുതേ എന്റെ പ്രിയ സുമയ ടീച്ചർ. കഴിഞ്ഞ ദിവസം നീ എന്നോട് ചെയ്തത് ഞാൻ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. അതിനുള്ളൊരു പ്രതികാരമായിട്ട് നീ ഇത് കൂട്ടിയാൽ മതി. രമേശിനെ ഉപദ്രവിച്ചവരൊന്നും ഈ രമേശ് വെറുതെ വിട്ടിട്ടില്ല, ഇനി വെറുതെ വിടാനും പോകുന്നില്ല. ഇവിടെ നല്ല ഇരുട്ടായാലോ? ഇവിടെ ആണെങ്കിൽ ഒറ്റ മനുഷ്യരില്ല, തന്നെ നിൽക്കാൻ പേടിയാവുന്നു. ബസ് ഒന്ന് വേഗം വന്നിരുന്നെങ്കിൽ എനിക്കിവിടെ തന്നെ നിൽക്കാൻ നല്ല പേടിയാവുന്നുണ്ട്. ഹലോ, സുമയ ടീച്ചർ ഇപ്പം ബസ് കയറാൻ പോയിട്ടുണ്ട്. ബോസ് ഇങ്ങോട്ട് വേഗം വന്നോളൂ കുട്ടീനെ കൂട്ടിയിട്ട്. ആ, ബസ് വരാൻ സമയമായിട്ടുണ്ട്. അവരിപ്പോ തന്നെ ഇവിടുന്ന് പോകും. ബോസ് അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. മിസ്റ്റർ സജീവൻ, നിങ്ങൾ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്ത ആളുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അയാളെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും ഇപ്പൊ ഞങ്ങളുടെ കയ്യിലുണ്ട്. നിയമത്തിന്റെ കുരുക്കിൽ നിന്നും അയാൾക്ക് ഇനി ഒരിക്കലും ഊരിപ്പോരാൻ കഴിയില്ല. ഇത് ഞാൻ തരുന്ന ഉറപ്പ്. സാറേ, ആരാ ഞങ്ങളുടെ കൊച്ചിനെ കിഡ്നാപ്പ് ചെയ്ത്? അയാളുടെ പേരെന്തെങ്കിലും കിട്ടിയോ? അയാളുടെ പേരൊക്കെ കിട്ടിയിട്ടുണ്ട്. അയാളുടെ പേര് മിസ്റ്റർ രമേഷ് കുമാർ. അത് തന്നെയാണ്. അയാൾ ഒരു പ്രൈവറ്റ് കമ്പനിയിലെ എംപ്ലോയി ആണ്. എന്റെ ഈശ്വര, എന്താ ഞാൻ ഈ കേൾക്കുന്നത്? രമേശ് കുമാറോ? സജീവ? ആ രമേശ് നമ്മുടെ കൊച്ചിനെ എന്തിനായിരിക്കും കിഡ്നാപ്പ് ചെയ്തേ? ആരാ സജീവായി രമേശ്? നിങ്ങൾക്ക് രണ്ടാൾക്കും പരിചയമുള്ള ആളാണോ? ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഞങ്ങളന്ന് ടൂർ പോയപ്പം സോമിയ ടീച്ചറാണ് സോമിയ ടീച്ചറിന്റെ കൂട്ടുകാരനാന്ന് പറഞ്ഞ് ഈ രമേശിനെ പരിചയപ്പെടുത്തിയത്. പാവാണെന്ന് വിചാരിച്ചിട്ട് ജോലി കൊടുത്തതാ. ഇപ്പൊ കണ്ടില്ല തനി സ്വഭാവം.